പുതിയ തലമുറ കിഡ്സിന് അധികം പരിചയമില്ലാത്ത പേരാണ് ഐ.എം. വിജയൻ. പുരോഗമന ഭാഷയിൽ പറഞ്ഞാൽ കറുത്തവൻ, താഴ്ന്ന ജാതിയിൽ ജനിച്ചവൻ, ആക്രി പെറുക്കി വിറ്റ് നിത്യവൃത്തിക്ക് പണം കണ്ടെത്തിയ ഒരു അമ്മയുടെ മകൻ, ചായയും സോഡയും വിറ്റ് ജീവിക്കാൻ പണം കണ്ടെത്തിയവൻ, അധസ്ഥിതൻ എന്നതിന്റെ എല്ലാ ലക്ഷണവും തികഞ്ഞവൻ. അവന് കഴിഞ്ഞ ദിവസം പത്മശ്രീ കിട്ടി. എന്തോ അത്ര വലുതായൊന്നും കേരളം അത് ആഘോഷിച്ചില്ല. തനത് കേരള ശൈലിയിൽ വെള്ള ഷർട്ടും കസവും മുണ്ടുമൊക്കെ ഉടുത്ത് ശാന്തനായി യാതൊരു അഹങ്കാരവുമില്ലാതെ പ്രധാനമന്ത്രിയുടെയും ഉപരാഷ്ട്രപതിയുടെയും മറ്റു മന്ത്രിമാരുടെയും മുൻപിലൂടെ അല്പം നെർവസോടെ നടന്നുപോയി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കയ്യിൽ നിന്നും പത്മശ്രീ വാങ്ങുന്ന രംഗം ഓരോ മലയാളിയെയും കോരിത്തെരിപ്പിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു വികാരം നമ്മൾക്കുണ്ടായോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ചായ വിറ്റ് നടക്കുമ്പോഴും ഫുട്ബോളിനെ സ്വപ്നം കണ്ട് കുട്ടിക്കാലം മുതലേ പല ക്ലബ്ബ് മത്സരങ്ങളിലും കളിച്ച് മികവ് തെളിയിച്ചവൻ, 18 വയസ്സ് തികയാത്തതുകൊണ്ട് 6 മാസത്തോളം കേരള പോലീസിൽ ഗസ്റ്റായി കളിച്ചവൻ ഐ.എം. വിജയൻ, ഡോക്ടർ ഐ.എം. വിജയൻ. ചെറുപ്പത്തിൽ പരിഹസിച്ചവർ, വിരൂപനെന്ന് വിളിച്ചവർ വിജയന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങി, വിജയന്റെ ഫുട്ബോൾ ആസ്വദിക്കാൻ തുടങ്ങി. എന്നാൽ വിജയൻ അന്നും ഇന്നും ഒരേപോലെയാണ്. സൗമ്യനായി പതിഞ്ഞ സ്വരത്തിൽ സംസാരിച്ച് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ആരോടും ഒരു പരിഭവവുമില്ലാതെ നടന്നു നീങ്ങുന്നു. 1999 സാഫ് ഗെയിംസിൽ ഭൂട്ടാനുമായുള്ള മത്സരം കളി തുടങ്ങി 12 സെക്കൻഡിനുള്ളിൽ ഭാരതം ഗോളടിച്ചു. ഭാരതത്തിനു വേണ്ടി ഐ.എം. വിജയൻ നേടിയ ആ ഗോൾ വിജയൻ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്തു. ലോകം അവനെ ഇന്ത്യൻ പേൾ എന്നാണ് വിശേഷിപ്പിച്ചത്. 11 വർഷം ഭാരതത്തിന്റെ ജേഴ്സി അണിഞ്ഞ വിജയൻ 2 വർഷം ഇന്ത്യൻ ഫുട്ബോളിന്റെ ക്യാപ്റ്റനായിരുന്നു. 68 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 30 ഗോളും നേടി. ആകെ 330ഓളം മത്സരങ്ങളിൽ നിന്നും 250ഓളം ഗോളുകൾ നേടിയ വിജയൻ കേരള പോലീസ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാൾ തുടങ്ങി ബംഗ്ലാദേശിലെ ക്ലബ്ബുകളിൽ പോലും കളിച്ചിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു നടൻ കൂടിയാണ്. അദ്ദേഹം അഭിനയിച്ച ശാന്തം എന്ന സിനിമ ദേശീയ ശ്രദ്ധ ആകർഷിച്ചതാണ്. എന്തെങ്കിലും അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യത്തിന് എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് കളിക്കാനേ അറിയൂ, കാല് പിടിക്കാൻ അറിയില്ല. 2003 ഭാരതം അർജുന അവാർഡ് തന്നു. ഇതാ ഇപ്പോൾ പത്മശ്രീയും കിട്ടി. ചിലപ്പോ വൈകിയിട്ടുണ്ടാകും, എന്നാലും അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടില്ല. കേരളത്തിൽ ഫുട്ബോളിന് അർജുന അവാർഡ് കിട്ടിയത് എനിക്ക് മാത്രമാണ്. എന്നാൽ ഒരിക്കൽ പോലും എനിക്ക് അതിന്റെ പേരിൽ അനുമോദനമോ സ്വീകരണമോ നമ്മുടെ നാട്ടിൽ ലഭിച്ചില്ല എന്ന ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. കേരള പോലീസിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് വരെയായി ഈ ഏപ്രിലിൽ പിരിഞ്ഞ ഐ.എം. വിജയനെ പുതിയ തലമുറ ഒരു പഠന വിഷയമായി കാണേണ്ടതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വപ്നം കണ്ട് വളർന്ന് ലോകപ്രശസ്തനായി ഭാരതത്തിന്റെ 4ാമത്തെ ഏറ്റവും വലിയ ബഹുമതിയായ പത്മശ്രീ വാങ്ങിയെങ്കിൽ എന്തുകൊണ്ടും യുവതലമുറയ്ക്ക് പ്രചോദനമാണ്. പുതിയ തലമുറയുടെ ഹീറോ ആണ് അദ്ദേഹം. ഒരു ചായക്കടക്കാരന്റെ മകനായ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ